الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ പത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം പ്രവേശിച്ചിരിക്കുന്നത്. പ്രയോജനപ്പെടുത്താൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാനിലെ രണ്ടാമത്തെ പത്ത് പാപമോചനത്തിൻ്റെ അഥവാ മഗ്ഫിറത്തിൻ്റെ പത്താണ്. വഔസതുഹു മഗ്ഫിറ, അതിൻ്റെ മധ്യഭാഗം പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. എന്നല്ല, റമളാൻ മുഴുക്കയും, റമളാൻ 30 ദിവസവും പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ് എന്ന് പറയുന്നതിലാണ് പൂർണ്ണതയുള്ളത്. അള്ളാഹു പാപമോചനം പ്രദാനം ചെയ്യണമെങ്കിൽ റബ്ബിനോട് നാം ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. പശ്ചാത്താപത്തെ, തൗബയെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറ അസ്-സുമർ 53-ാം വചനത്തിൽ അള്ളാഹു പറയാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അതിക്രമം ചെയ്ത എൻ്റെ അടിമകളോട് നിങ്ങൾ പറയണം, പ്രവാചകരെ നിങ്ങൾ പറയണം, എൻ്റെ അടിമകളോട് നിങ്ങൾ പറയണം, അള്ളാഹുവിൻ്റെ അടിമകളോട് നിങ്ങൾ പറയണം, സ്വന്തത്തോട് അതിക്രമം ചെയ്ത അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവാൻ പാടില്ല. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷയാണ് വേണ്ടത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തരും, എല്ലാ തെറ്റുകളും പുറത്തു തരും. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു എല്ലാം പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. എല്ലാം പുറത്തു തരുന്നവനാണ് അവൻ, അങ്ങേയറ്റം കരുണാവാരിധിയാണ് പടച്ചവൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിനെ വിറ്റവരാണവർ.
ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, നിശ്ചയം അവർക്ക് സ്വർഗം പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല വിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു. ശരീരവും സമ്പത്തും അല്ലാഹുവിനെ വിറ്റവരാണ് വിശ്വാസികൾ. അല്ലാഹുവോട് അവർക്ക് മഹത്തായ കരാറാണുള്ളത്. പക്ഷേ റബ്ബിനോടുള്ള കരാർ വിസ്മരിച്ചു പോകുന്ന സന്ദർഭങ്ങൾ അവർക്കുണ്ടായാൽ അവിടെയാണ് അവർ തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്നത്. റബ്ബിനോടുള്ള കരാറിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, ആ കരാറിന് വിപരീതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വലിയ ദുഃഖവും ലജ്ജയും അനുഭവപ്പെടുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ് വിശ്വാസി. ഈ മടക്കത്തെയാണ് തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള മടക്കം എന്നതാണ് അതിന്റെ അർത്ഥം. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും, ഒരാളെയും ഒഴിച്ചു നിർത്താനില്ല, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുവീൻ, നിങ്ങൾ വിജയിച്ചേക്കും. മടങ്ങാൻ മനസ്സുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചേക്കും. മടങ്ങണം. ജീവിതത്തിൽ ആ മടക്കത്തിനുള്ള അവസരം ലഭിച്ചാൽ അവിടെ പരാജയപ്പെടില്ല, വിജയിക്കുമെന്ന് തന്നെയാണ്. സഹോദരങ്ങളെ, ആ മടക്കത്തെ ഓർമ്മപ്പെടുത്തുന്ന പത്തുകൾ റമദാനിലെ മധ്യത്തിലെ 10, റമദാൻ മുഴുക്കയും അത് പശ്ചാത്താപത്തിന്റെ മാസമാണ്. പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദം സന്തതികളിൽ എല്ലാവരിലും തെറ്റുകൾ സംഭവിക്കും. പക്ഷേ തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ് തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ. അല്ലാഹു പറയാണ്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതാണ് പ്രധാനം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അൽ മആസി സിൽസിലത്തുൻ ഫീ ഉനഖിൽ ആസി ലാ യഫഖുഹു മിൻഹാ ഇല്ലാ ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബ. പാപങ്ങൾ എന്ന് പറയുന്നത് തെറ്റു ചെയ്ത മനുഷ്യന്റെ പിരടിയിലുള്ള ചെങ്ങലയാണ്. പാപങ്ങൾ പാപിയുടെ പിരടിയിലുള്ള ചെങ്ങലയാണ്. ആ ചെങ്ങല അഴിഞ്ഞു പോകുന്നത് പാപമോചനത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയുമാണ്. അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങിക്കൊണ്ടാണ് ആ ചെങ്ങലകൾ അഴിഞ്ഞു പോവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പശ്ചാത്തപിക്കാന്ന് മാത്രമല്ല, പശ്ചാത്താപത്തിന്റെ മുഴുവൻ ഉപാധികളും പൂർത്തീകരിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക. ആ ഉപാധികൾ എന്തെല്ലാമാണെന്ന് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന്റെ അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ, കാവ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി الذنب فيما استقبل وبراءة من كل حق العدم ولهذه الأركان فرع فكملا ولهذه الأركان فرع وكملا ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ. അല്ലാഹുവിലേക്ക് നീ ഖേദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങണം. മുഖ്ലിഅൻ, ആ പാപത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായും മുക്തി പ്രാപിച്ചുകൊണ്ട് ഖേദിച്ചുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് മടങ്ങണം. ഭാവിയിൽ പാപങ്ങൾ ചെയ്യുകയില്ലെന്ന നിശ്ചയദാർഢ്യമുള്ള തീരുമാനത്തോടുകൂടി നീ അല്ലാഹുവിലേക്ക് മടങ്ങണം. മനുഷ്യരോടുള്ള എല്ലാ ബാധ്യതകളും ഒഴിവായിക്കൊണ്ട്, സാമ്പത്തികമാണെങ്കിലും സാമ്പത്തികേതരമാണെങ്കിലുമുള്ള ആ ബാധ്യതകളിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ട് നീ അല്ലാഹുവിലേക്ക് മടങ്ങണം. ഈ 3 ഉപാധികളും കവി പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്നല്ല, അത് സ്വഹീഹായ ഹദീസുകളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. ഈ 3 ഉപാധികൾ പൂർത്തീകരിച്ചുകൊണ്ടാവണം പശ്ചാത്താപം. വലിഹാദിഹിൽ അർകാനു ഫർഅ വകമ്മില. ഈ ഘടകങ്ങളെ നീ പരിഗണിക്കണം, നീ പൂർത്തീകരിക്കണം. ഒന്നാമത്തെ ഉപാധി ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവുക എന്നുള്ളതാണ്. പിന്നെയും ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല, അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവുക. ഒരാൾ മദ്യപാനിയാണെങ്കിൽ വീണ്ടും
പശ്ചാത്തപിക്കുക, വീണ്ടും മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. ആ തെറ്റിൽ നിന്ന് മുക്തമായിക്കൊണ്ട് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കുക. ആത്മാർത്ഥമായി ഖേദിക്കുക. ജനങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഖേദപ്രകടനമല്ല, അള്ളാഹുവിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഖേദപ്രകടനം. അതാണ് അന്നദാമ. അള്ളാഹുവിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഖേദപ്രകടനം, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇഖ്ലാസോടുകൂടിയുള്ള ഖേദപ്രകടനം. 3 തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ലെന്ന ഉറച്ച തീരുമാനമെടുക്കുക. മടങ്ങില്ല, ഞാൻ ആ തെറ്റിലേക്ക് ഇനി മടങ്ങില്ല. മദ്യപാനമാണെങ്കിൽ അങ്ങനെ, വ്യഭിചാരമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ കാര്യത്തിനുള്ള അടിമത്വമാണെങ്കിൽ, ലഹരിക്കുള്ള അടിമത്വമാണെങ്കിൽ അങ്ങനെ. ഇന്ന് ഞാൻ നിർത്തിയിരിക്കുന്നു, ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ലെന്ന നിശ്ചയദാർഢ്യമുള്ള തീരുമാനമെടുക്കുക. 4-മത്തെ ഒരു സംഗതി കൂടിയുണ്ട്. അത് മനുഷ്യരോട് ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ, വാക്കാൽ സംഭവിച്ച ഏർത്യങ്ങൾ, അതല്ലെങ്കിൽ പ്രവർത്തികളിൽ സംഭവിച്ച ഏർത്യങ്ങൾ, അതിൽ വിട്ടുവീഴ്ച ചോദിക്കുക എന്നുള്ളതാണ്. ഇനി സാമ്പത്തിക ബാധ്യതകളാണെങ്കിൽ അത് കൊടുത്തു വീട്ടുക. ഇതെല്ലാമാണ് പശ്ചാത്താപത്തിന്റെ ഉപാധികൾ. ഈ ഉപാധികൾ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക. പശ്ചാത്താപത്തിലൂടെ പാപമോചനം നേടാൻ ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ധാരാളമാണ്. അള്ളാഹു പറയാൻ 1-2 സ്ഥലങ്ങളിലല്ല, ഒരുപാട് സ്ഥലങ്ങളിലാണ് പശ്ചാത്തപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലേ? അള്ളാഹുവിനോട് പാപമോചനം ഇരക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. അള്ളാഹ് പുറത്തു തരും. ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. പിന്നീട് നിന്റെ നാഥൻ പുറത്തു കൊടുക്കും. ആർക്ക് പുറത്തു കൊടുക്കും? ثم إن ربك, പിന്നീട് നിന്റെ നാഥൻ പുറത്തു കൊടുക്കും. للذين عملوا السوء بجهالة, അറിവില്ലാതെയോ അശ്രദ്ധയിലോ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക്. സുമ്മ താബു, പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നുണ്ട്. സുമ്മ താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു, അവർ പശ്ചാത്തപിച്ച് നല്ല ജീവിതം നയിക്കാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നിന്റെ നാഥൻ പുറത്തു കൊടുക്കുന്നതാണ്. ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. നിശ്ചയം നിന്റെ നാഥൻ അതിനുശേഷം, ആ പശ്ചാത്താപത്തിനു ശേഷം എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അള്ളാഹുവിനോട് പാപമോചനം ഇരക്കുന്നവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ഏത് മലക്കുകൾ എന്നറിയോ? അള്ളാഹുവിന്റെ രാജസിംഹാസനം വഹിക്കുന്ന മലക്കുകൾ പാപമോചനം ഇരക്കുന്നവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ, അള്ളാഹ് പറയാൻ, الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم الذين يحملون العرش ومن حوله. രാജസിംഹാസനം വഹിക്കുന്ന മലക്കുകൾ, അതിന്റെ ചുറ്റുപാടുമുള്ള മലക്കുകളും, അർശ് വഹിക്കുന്നവരും അതിന് ചുറ്റുമുള്ള മലക്കുകളും. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ നാഥനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയാണവർ. വയുഅ്മിനൂന ബിഹി, ആ നാഥനിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, ആ നാഥനിൽ വിശ്വസിച്ച ആ മലാഖമാർ, മലക്കുകൾ, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, രാജസിംഹാസനം വഹിക്കുന്ന മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. പാപമോചനം ഇരക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, അല്ലാഹുവേ നിന്റെ ജ്ഞാനം, നിന്റെ അറിവും നിന്റെ കാരുണ്യവും
എല്ലാറ്റിലും വിശാലമാണ്. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഫഗ്ഫിർ ലില്ലദീന താബൂ, പടച്ചവനെ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ രാജസിംഹാസനം വഹിക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വത്തബഉ സബീലക, നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവരൊക്കെ പശ്ചാത്തപിച്ചുകൊണ്ട് പിന്നീട് നിന്റെ മാർഗം പിന്തുടരുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്നവരെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാന്റെ മലക്കുകൾ. അതും അർശ് വഹിക്കുന്ന രാജസിംഹാസനം വഹിക്കുന്ന മലക്കുകളാണ് തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചാൽ അല്ലാഹ് സ്വീകരിക്കും. അർശ് വഹിക്കുന്ന മലക്കുകൾ പശ്ചാത്തപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് എവിടെയാ? ഖുർആനിലാണ്. അതുകൊണ്ട് അല്ലാഹ് സ്വീകരിക്കാതിരിക്കും? സ്വീകരിക്കും സഹോദരങ്ങളെ. അതാണ് അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല. പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. പശ്ചാത്തപിക്കാൻ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. അതും നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മൾ ആൾക്കാരും കുറച്ചും കൂടി ആളുകളോട് സൗഹൃദപൂർവ്വം പെരുമാറണം. എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്ത ഒരാൾ പരിശുദ്ധ റമളാനിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ന് വെക്കുക, റമളാനിൽ മാത്രമല്ല, റമളാനിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ല മനസ്സ് തോന്നി അയാൾക്ക് പള്ളിയിലേക്ക് വരാൻ തോന്നിയാൽ അയാൾ ഒതു കൊടുക്കുമ്പോൾ ഒരു പരിഹാസത്തിന്റെ രൂപത്തിലാ നീയും നന്നായോ എന്ന് ചോദിച്ച് കളിയാക്കുന്നൊരവസ്ഥ അതാ മറ്റുള്ളവരുടെ അടുക്കൽ നിന്നുണ്ടായാൽ, അതല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇനി പള്ളിയിലേക്ക് പോയാൽ ആളുകൾ എങ്ങനെ അതിനെ കാണും എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കാനും പാടില്ല, നമ്മളങ്ങനെ കാണാനും പാടില്ല. കാരണം പടച്ചവനാണ് ഏറ്റവും ഉദാരവാൻ. ആ റബ്ബ് പശ്ചാത്തപിക്കാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നമ്മൾ എന്തിനത് അടക്കണം? നന്നാവാൻ ആഗ്രഹിക്കുന്നവർ ഏത് സമയവും നന്നാവട്ടെ. അതിൽ സന്തോഷിക്കേണ്ടുന്നവരാണ് നമ്മൾ, അതിൽ സന്തോഷിക്കേണ്ടുന്നവരാണ് നമ്മൾ. തൗബയിലൂടെ സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ ചെയ്ത തിന്മകളെ അള്ളാഹു നന്മകളായി പരിവർത്തിപ്പിക്കുന്ന, ഇയാൾ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മകളായി പരിവർത്തിപ്പിക്കും. ഖുർആൻ പറയാ, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ, വ ആമന, വിശ്വസിക്കുകയും ചെയ്തു, വ അമില അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് പശ്ചാത്തപിച്ച മനുഷ്യൻ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളായി പരിവർത്തിപ്പിക്കും. ഖുർആൻ പറയുന്നതാ, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളായി പരിവർത്തിപ്പിക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹ് എല്ലാം പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. എല്ലാ വചനങ്ങളും അവസാനിപ്പിക്കുന്ന ഗഫൂറും റഹീമുമാണ് അല്ലാഹ്. അല്ലാഹ് പുറത്തു തരുന്നവനാണ്, അല്ലാഹ് കരുണാവാരിധിയാണ്, അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു പശ്ചാത്തപിച്ച് മടങ്ങുന്നവനെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹ് എങ്ങനെ ഇഷ്ടപ്പെടാന്നറിയോ? എത്രത്തോളം ഇഷ്ടമാണ് അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹ്ക്ക് എത്രത്തോളം സന്തോഷമുണ്ട്. സഹീഹായ ഒരു ഹദീസിൽ കാണാം, യാത്രാമധ്യേ മരുഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യനെ അയാളുടെ ഭക്ഷണവും അയാളുടെ വെള്ളവുമെല്ലാം ചുമന്നിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ടു. ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. ആ ഒട്ടകത്തിന്റെ മീതെയാണ് അയാളുടെ വെള്ളമുള്ളത്, കുടിവെള്ളമുള്ളത്. യാത്ര പൂർത്തീകരിക്കാൻ ആവശ്യമായ കുടിവെള്ളവും അയാളുടെ ഭക്ഷണവുമെല്ലാം ഉള്ളത് ഒട്ടകപ്പുറത്താണ്. ആ ഒട്ടകമാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് തെരഞ്ഞു നോക്കി, എവിടെയും കണ്ടില്ല. അവസാനം തെരഞ്ഞു മടുത്ത് അയാൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തന്റെ ഒട്ടകം, താൻ തേടി നടന്നിരുന്ന ഒട്ടകം തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ഒട്ടകത്തിന്റെ മൂക്കേറ് പിടിച്ചുകൊണ്ട് സന്തോഷാധിക്യത്താൽ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്. അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ യജമാനനുമാണ്. സന്തോഷം കൊണ്ട് അയാളുടെ വാക്കുകൾ പതറിപ്പോയതാണ്, നാവിടറിപ്പോയതാണ്.
സന്തോഷാധിക്യത്തിൽ ചിലപ്പോൾ മനുഷ്യന്റെ നാക്കുകൾ ഇടറിപ്പോകും. അതുപോലെ ഈ മനുഷ്യന്റെ നാക്കിടറാൻ മാത്രമുള്ള സന്തോഷം അയാൾക്കുണ്ടായി. എന്താ പറഞ്ഞത്? പടച്ചോനെ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ യജമാനനുമാണ്. നീ എൻ്റെ യജമാനനും പടച്ചവനെ ഞാൻ നിന്റെ അടിമയുമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ നിന്റെ യജമാനനും നീ എൻ്റെ അടിമയുമാണെന്ന് വരെ ഈ മനുഷ്യൻ സന്തോഷാധിക്യത്താൽ പറഞ്ഞു. സന്തോഷം കൂടിയപ്പോ നാവ് അത്രമാത്രം ഇടറിപ്പോയി. റസൂലുള്ള പറയാൻ, ആ മനുഷ്യന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, വാക്കുകൾ പോലും മറന്നു പോകുന്ന ആ ഗൗരവപ്പെട്ട പ്രയോഗം പോലും മറന്ന്, ഇങ്ങനെ പറയാൻ പാടില്ല അസ്തഗ്ഫിറുല്ലാഹ്, പക്ഷെ പതറിപ്പോയതാണ് സന്തോഷം കൊണ്ടേ. ഇതുപോലെയുള്ള വലിയ സന്തോഷമായിരിക്കും അല്ലാഹു തആലക്ക് ഉണ്ടാവുക എന്നാ പറയുന്നത്. അള്ളാഹ് വാക്ക് പതറുന്നല്ല പറഞ്ഞത്, അള്ളാഹുവിന് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക. തൻ്റെ ഒട്ടകം തിരിച്ച് തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ, തൻ്റെ യാത്രാ സാമഗ്രികൾ മുഴുവനും ഉണ്ടായിരുന്ന ഒട്ടകം തൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അത്യാഹ്ലാദമുണ്ടല്ലോ, അതിന് മാത്രം വലിയ സന്തോഷമായിരിക്കും അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹുവിന് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, പശ്ചാത്താപത്തിലൂടെ ഐഹിക ജീവിതത്തിൽ സൗഖ്യം ലഭിക്കും. അള്ളാഹ് സുഖം നൽകും, അള്ളാഹ് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ. അതും പറയുന്ന ഖുർആനാണ്. അള്ളാഹ് പറയാൻ, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ വയുഅതി കുല്ലദീ ഫളലിൻ ഫളലഹു വഇൻ തവല്ലൗ ഫഇന്നീ യഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പശ്ചാത്തപിക്കുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, അവനോട് നിങ്ങൾ പാപമോചനം ഇരക്കുക. എന്നാൽ യുമത്തിഉകും മതാഅൻ ഹസന, നല്ല സൗഖ്യമുള്ള ജീവിതാനുഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിതമായ അവധി വരേക്ക്, നിങ്ങളുടെ മരണം വരേക്ക് നല്ല സൗഖ്യമുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ വയുഅതി കുല്ലദീ ഫളലിൻ ഫളലഹു, അള്ളാഹ് ഔദാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾക്കെല്ലാം അള്ളാഹു ഔദാര്യം ചെയ്യും. വഇൻ തവല്ലൗ ഫഇന്നീ യഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. ഇനി പശ്ചാത്തപിക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ വേദനാജനകമായ ആ ഒരു ദിവസത്തിന്റെ ശിക്ഷ ഞാൻ ഭയപ്പെടുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പരലോകത്ത് അതിന്റെ ഗുണം ലഭിക്കുന്നു മാത്രമല്ല, ഇഹലോകത്ത് തന്നെ നല്ല സൗഖ്യമുള്ള ജീവിതാനുഭവങ്ങൾ അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. എത്രയോ അവസരങ്ങളും എത്രയോ ഫവായിദ് നേട്ടങ്ങളുമാണ് സഹോദരങ്ങളെ പശ്ചാത്താപത്തിനുള്ളത്. അതുപോലെ പശ്ചാത്താപത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം മനുഷ്യർക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. إذا تقرب العبد إلي شبرا تقربت إليه ذراعا وإذا تقرب مني ذراعا تقربت منه باعا وإذا أتاني يمشي أتيته هرولا إذا تقرب العبد إلي شبرا. അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ അല്ലാഹു പറയാം. അള്ള പറഞ്ഞതായി ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ള പറയാം. അള്ള പറഞ്ഞ കാര്യമാണ്. എന്താ പറയുന്ന അല്ലാഹു? ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ, അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ തഖറബതു ഇലൈഹി ദിറാഅ, ഞാൻ അടിമയിലേക്ക് ഒരു മുഴമെടുക്കും. വഇദാ തഖറബ മിന്നി ദിറാഅൻ തഖറബതു മിൻഹു ബാഅ, അടിമ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അടിമയിലേക്ക് ഒരു വാരയെടുക്കും. വഇദാ അതാനി യംശി അതൈതുഹു ഹർവല, അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ അടിമയിലേക്ക് ഞാൻ ഓടിച്ചെല്ലും. അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അടിമയിലേക്ക് ഓടിച്ചെല്ലും. അല്ലാഹ് പറയാം, അല്ലാഹു കൂടുതൽ സഹായങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടിമയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കുമെന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പശ്ചാത്തപിക്കാനുള്ള അവസരം എപ്പോഴുമുണ്ട്. രണ്ട് സന്ദർഭങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സന്ദർഭങ്ങളിലെല്ലാം പശ്ചാത്തപിക്കാം. അതിലൊന്ന്, പശ്ചാത്തപിച്ചാൽ ആ പശ്ചാത്താപം സ്വീകരിക്കാത്ത രണ്ട് സന്ദർഭങ്ങൾ. അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോഴാണ്. അതായത് അന്ത്യദിനത്തിന്റെ ഏറ്റവും മൂർത്തമായ അടയാളം പ്രത്യക്ഷപ്പെടുന്ന ഘട്ടം. അന്ത്യദിനത്തിന്റെ ഏറ്റവും കൃത്യമായ അടയാളം അതാ. സൂര്യന്റെ ഉദയാസ്തമന സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കൂല. മൻ താബ ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന്റെ മുമ്പ് ആര് പശ്ചാത്തപിച്ചാലും അല്ലാഹ് പശ്ചാത്താപമെല്ലാം സ്വീകരിക്കും.
രണ്ടാമത്തെ ഘട്ടം റൂഹ് തൊണ്ടക്കുഴയിലെത്തുന്ന സന്ദർഭമാണ്. റൂഹ് തൊണ്ടക്കുഴയിലെത്തുന്ന സന്ദർഭം, ആ മരണത്തിന്റെ കൃത്യമായ സമയം. ഈ ഘട്ടത്തിലുള്ള പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കൂല. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ് പശ്ചാത്തപിച്ചാൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് വലിയ തെറ്റാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരുപാട് ദുശീലങ്ങളുള്ള ആളാണ്, അതുകൊണ്ട് ഞാനൊക്കെ ഇനി നന്നാവുമോ എന്ന് ആരും ചിന്തിക്കണ്ട. അങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവർക്കും പ്രതീക്ഷ നൽകി നമ്മൾ. അവരും നല്ലവരാവട്ടെ, അവരും നമസ്കാരവും നോമ്പും നല്ല കാര്യങ്ങളും നല്ല ജീവിത സംസ്കാരവും ഉള്ളവരാവട്ടെ, അവരെയും നന്മയിലേക്ക് ക്ഷണിക്കുക. എത്രയോ വലിയ വലിയ ചരിത്രങ്ങളില്ലേ ഇസ്ലാമിൽ. ജുഹൈന ഗോത്രക്കാരിയായ ഒരു യുവതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുമ്പാകെ വന്നു. തന്റെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രവാചകനിൽ നിന്ന് ഹദ്, ശിക്ഷ ഏറ്റുവാങ്ങിയ ആ ചരിത്രം വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വിവരണങ്ങളിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിം ഒരു ഹദീസായിട്ടും അത് ഉദ്ധരിക്കുന്നുണ്ട്. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട അവിഹിത ബന്ധത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറയാൻ, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അസബതു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ, ഞാൻ വലിയൊരു പാതകം ചെയ്തിരിക്കുന്നു, അതിന്റെ ശിക്ഷാവിധി എന്നിൽ നടപ്പിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആ പെൺകുട്ടി നേരിട്ട് വന്ന് പറയാണ്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ അവിഹിത ബന്ധത്തിൽ ഗർഭിണിയായിരിക്കുന്നു, എന്നിൽ ശിക്ഷാവിധി ഹദ് നടപ്പിലാക്കിയാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉടനെ അവരെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ രക്ഷിതാവിനെ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവരോട് മാന്യമായി പെരുമാറാൻ ആ രക്ഷിതാവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. അവരെ പ്രസവിച്ചാൽ കൊണ്ടുവരാനും പറഞ്ഞു. ഏതായാലും അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞവർ വന്നതാണ്, അവരെ തന്നെ അതിന്റെ ഹദ് അവരിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ആരും ചുഴ്ന്നു നോക്കിയതൊന്നുമല്ല, അവരെ തന്നെ ഏറ്റുപറഞ്ഞതാണ്, അവരെ തന്നെ അത് അവരിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിതാവിനോട് പറഞ്ഞു, പ്രസവിക്കുന്നത് വരെ നല്ലതുപോലെ നിങ്ങൾ അവരോട് പെരുമാറണം, പ്രസവിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശിക്ഷിക്കാൻ കൽപ്പിച്ചു. സഹോദരങ്ങളെ, കുഞ്ഞിനെ മുലയൂട്ടാൻ ഒരു മാതാവിനെ ഏൽപ്പിച്ചതിന് ശേഷമാവാം കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഹദ് അഥവാ ശിക്ഷാവിധി നടപ്പിലാക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ്. വസ്ത്രം ശരീരത്തിൽ കെട്ടിയതിനു ശേഷം അവർക്ക് ശിക്ഷാവിധി നടപ്പിലാക്കി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഇതെന്താ? വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീക്ക് വേണ്ടിയാണോ അങ്ങ് ജനാസ നമസ്കരിക്കുന്നത്? നമുക്കറിയാം, കടലൊരു മനുഷ്യൻ അയാളുടെ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ റസൂലുള്ള പറഞ്ഞതെന്താ? നിങ്ങൾ നിസ്കരിച്ചോളി. സ്വഹാബിമാരോട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ പ്രവാചകൻ പശ്ചാത്തപിച്ചുകൊണ്ട്, അതും ഈ വലിയ തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ ആ സഹോദരി ജുഹൈന വംശജയായിട്ടുള്ള ആ സഹോദരിക്ക് വേണ്ടി റസൂലുള്ളാഹി ജനാസ നമസ്കാരം നിർവഹിക്കുമ്പോഴാ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, പ്രവാചകരെ, ഈ തെറ്റ് ചെയ്ത ഒരു സ്ത്രീക്ക് വേണ്ടിയാണോ അങ്ങ് ജനാസ നമസ്കരിക്കുന്നത്? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? ലഖത്താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 അഹ്ലിൽ മദീന ലവസിഅതുഹും ഫഹൽ വജദത തൗബതൻ അഫ്ളല മിൻ അൻ ജാരത് ബിനഫ്സിഹാ ലില്ലാഹി അസ്സ വജൽ. ഈ സ്ത്രീയുടെ പശ്ചാത്താപത്തെക്കുറിച്ച് ഉമറെ, നിനക്ക് എന്തറിയാം? മദീനയിലെ 70 ആളുകൾക്കിടയിൽ വീതം വെച്ചാൽ അതിന് മാത്രം വിശാലമാണ് അവരുടെ പശ്ചാത്താപം. അള്ളാഹുവിന് വേണ്ടി പശ്ചാത്താപത്തിലൂടെ തന്റെ ശരീരത്തെ സമർപ്പിച്ച ഒരു സഹോദരിയേക്കാൾ ഉത്തമയായി മറ്റാരുണ്ട്? അതാണ് സഹോദരങ്ങളെ പശ്ചാത്താപത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മിൽ എന്തു തെറ്റ് ചെറുതും വലുതുമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് കേരിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുക. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടുന്ന സന്ദർഭമാണ്. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ, അള്ളാഹുവാണ് നമുക്ക് സംരക്ഷണം നൽകുന്നവൻ, അള്ളാഹു നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത്. തുല്യതയില്ലാത്ത വലിയ പ്രതിസന്ധികളിലൂടെ രാജ്യവും ലോകവും സമുദായവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ സാഹചര്യം. നമുക്ക് ഫലസ്തീൻ മക്കളുടെ ആ ഒരു അവസ്ഥ പറയാതെ ഒരു വെള്ളിയാഴ്ച പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആ ദുരിതം
ഇന്നും അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലസ്തീനിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ രാജ്യത്തും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും കോടതി വ്യവഹാരങ്ങളും എല്ലാം വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ആത്യന്തികമായിട്ട് നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത് അള്ളാഹുവിലാണ്. അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചും പശ്ചാത്തപിച്ചും മടങ്ങുക. സഹോദരങ്ങളെ, രാത്രിയുടെ അന്ത്യയാമങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിരി ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅതി ഫകുൻ. അള്ളാഹുവിന്റെ അടിമയിലേക്ക് അള്ളാഹു ഏറ്റവും അധികം അടുക്കുന്ന സന്ദർഭം രാത്രിയുടെ അന്ത്യയാമങ്ങളാണ്, രാത്രിയുടെ അവസാന ഭാഗങ്ങൾ. ആ സുബഹിയോടടുക്കുന്ന സമയം, നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ആ സമയമുണ്ടല്ലോ, അവിടെ അത്താഴം ഭക്ഷിക്കുക എന്നതിനപ്പുറത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കുറച്ചു വേള വിനിയോഗിച്ചാൽ ആ പ്രാർത്ഥന റബ്ബ് തട്ടിമാറ്റി കളയുകയില്ല. ആ സമയത്ത് അള്ളാഹനെ സ്മരിക്കാൻ നിനക്ക് സാധ്യമായാൽ, നിന്റെ തെറ്റുകൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് പശ്ചാത്തപിക്കാൻ നിനക്ക് സാധ്യമായാൽ നീ അങ്ങനെ ചെയ്തേക്ക മനുഷ്യ. ഏറെ പുണ്യമുള്ള, അള്ളാഹു സ്വീകരിക്കുന്ന സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. രാത്രിയിലെ പാപങ്ങളെ സ്വീകരിക്കാൻ പകലിലും, പകലിലെ പാപങ്ങളെ സ്വീകരിക്കാൻ രാത്രിയിലും അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹ് കൈനീട്ടിയിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് കൈനീട്ടാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും. പശ്ചാത്താപത്തോടൊപ്പം പാപങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാനുള്ള ഒരു മനസ്സും വിശ്വാസികൾക്ക് വേണം. പശ്ചാത്തപിക്കുക, തെറ്റും ചെയ്യാം. തെറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ പശ്ചാത്തപിച്ചു, വീണ്ടും പശ്ചാത്തപിച്ചു, തെറ്റ് ചെയ്തു. അങ്ങനെ പടച്ചവനെ കളിയാക്കുന്ന ഒരു സമീപനമാവരുത് നമ്മുടേത്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രത പരമാവധി വേണം. സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയ്യുനികും മിനശ്ശഅരി. നിശ്ചയം നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണിൽ രോമത്തെക്കാൾ നിസ്സാരമാണ് ആ തെറ്റുകൾ. ഇന്നാ കുന്നാ നഉദ്ദുഹാ അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഞങ്ങളത് വൻദോഷങ്ങളിലാണ് കണ്ടിരുന്നത്. അനസ് റളിയല്ലാഹു അൻഹു താബിയുകളോട് പറയാൻ, സ്വഹാബികൾക്ക് ശേഷമുള്ള തലമുറയോട് പറയാ, അവരെ കണ്ട സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന, നിങ്ങൾ രോമത്തെക്കാൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ വൻദോഷങ്ങളിലാണ് കണ്ടിരുന്നത്. സഹോദരങ്ങളെ, തെറ്റുകളെ നിസ്സാരമായി കാണാതിരിക്കാനുള്ള മനസ്സാണ് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവട്ടെ. തെറ്റുകളൊക്കെ സംഭവിക്കും, യാദൃശ്ചികമായി തെറ്റുകൾ സംഭവിക്കും. അത് വിശ്വാസികളിലും ചിലപ്പോൾ സംഭവിച്ചേക്കും. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ വിശ്വാസിയുടെ മനസ്സെന്താ? കൽ ജബലി യഖഉ അലൈഹി, തന്റെ തലക്കുമീതെ പതിക്കുന്ന ഒരു മല പോലെയാണ്. അതിന് മാത്രം വലിയ അസ്വസ്ഥതയും ബേജാറും പരിഭ്രാന്തിയുമാണ്. തന്റെ തലക്കുമീതെ പതിക്കുന്ന മല പോലെയാണ് ഒരു വിശ്വാസിയിൽ തെറ്റ് സംഭവിച്ചാൽ. എന്നാൽ ഒരു കപട വിശ്വാസിയിൽ തെറ്റ് സംഭവിച്ചാലോ, കദുബാബിൻ യമറു അലാ അൻഫി, അയാളുടെ മൂക്കിന്റെ മീതെ പറക്കുന്ന ഈച്ചക്ക് സമാനം നിസ്സാരമായിട്ട് കാണുന്ന, മൂക്കിന്റെ മീതെ ഈച്ച പറക്കുമ്പോൾ എത്ര നിസ്സാരമായിട്ടാണോ അതിനെ മനുഷ്യർ കാണുന്നത്, അതുപോലെ തെറ്റുകളെ നിസ്സാരമായി കാണുന്നവനാണ് കപടവിശ്വാസി. നമ്മൾ ഏത് ഗണത്തിലാണ് നാം സ്വയം വിചാരണ ചെയ്യേണ്ടതാണ്. നമ്മൾ തെറ്റുകളോട് സ്വീകരിക്കുന്ന സമീപനം അനുസരിച്ചാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ വലിയ വിഭ്രാന്തിയും അതിനെ സംബന്ധിച്ചുള്ള വലിയ മനസാക്ഷിക്കുത്തും നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അള്ളാഹു യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, യഹ്ദറുൽ മആസി ഫഇന്നഹാ തഹരിമുൽ മഗ്ഫിറത ഫീ മവാസിമിർ റഹ്മ. യഹ്ദറുൽ മആസി, നിങ്ങൾ തെറ്റുകളെ സംബന്ധിച്ച് ജാഗ്രത കൈകൊള്ളണം. തെറ്റുകളെ സംബന്ധിച്ച് നിങ്ങൾ നല്ലതുപോലെ ജാഗ്രത കൈകൊള്ളണം. ഫഇന്നഹാ തഹരിമുൽ മഗ്ഫിറ, നിശ്ചയം തെറ്റുകൾ എന്ന് പറയുന്നത് പാപമോചനത്തെ തടയും. തെറ്റുകൾ പാപമോചനത്തെ തടയും. ഈ മവാസിമിർ റഹ്മ, കാരുണ്യത്തിന്റെ സീസണുകളിൽ തെറ്റുകൾ പാപമോചനത്തെ തടയും. അതുകൊണ്ട് പാപങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത കൈകൊള്ളണം. കാരുണ്യത്തിന്റെ സീസണാണിത്. അള്ളാഹിനോട് കാരുണ്യം ചോദിക്കുന്ന മാസം റമളാന്റെ ആദ്യത്തെ 10 മാത്രമല്ല, റമളാൻ മുഴുവനും കാരുണ്യത്തിന്റെ മാസം തന്നെയാണ്.
കാരുണ്യത്തിന്റെ മാസമായ റമദാനിൽ അള്ളാഹു കരുണാവാരിധിയായി നമ്മോട് വർത്തിക്കണമെങ്കിൽ, അള്ളാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ, കാരുണ്യത്തിലൂടെ റബ്ബിന്റെ പാപമോചനം സ്വായത്തമാക്കാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ അവിടെയാണ് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ പ്രസക്തമാവുന്നത്. ഇഹ്ദറുൽ മആസി, തെറ്റുകളെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരാവണം, തെറ്റുകളും അതോടൊപ്പം പശ്ചാത്താപവും എന്ന ആ ഒരു സമീപനം. അതിലൂടെ കാര്യമില്ല, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. സഹോദരങ്ങളെ, അതിനുവേണ്ടി വിശുദ്ധമായ ഈ റമദാൻ മാസത്തെ പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മാസമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്ന, ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാളയം ജുമാ മസ്ജിദിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. സഹോദരങ്ങളെ, വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ സംഖ്യയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഈ സംരംഭത്തിൽ കഴിയുന്ന രീതിയിൽ പങ്കാളികളാവണം. ഈ മഹല്ലിൽ അംഗങ്ങളായ ആളുകൾ മാത്രമല്ല, നമ്മുടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മസ്ജിദല്ല, എല്ലാവരുടെയും മസ്ജിദാണ്. ഈ മസ്ജിദുമായി ബന്ധപ്പെടുന്ന, ഈ മസ്ജിദിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മസ്ജിദാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മഹല്ലിൽ അംഗങ്ങളായ ആളുകളും പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഭാഗമാണ്, നമ്മുടെ മസ്ജിദിന്റെ ഭാഗമാണ്. എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളിയാവണം. നമ്മെക്കൊണ്ട് സാധ്യമായതെന്തോ, സാധ്യമായതെന്നല്ല, നമുക്ക് ഏറ്റവും അധികം സാധ്യമായത്, ഒരാൾക്ക് 1 രൂപയാണ് നമ്മുടെ മസ്ജിദ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക എങ്കിൽ അത് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ സംഭാവനകൾ പാഴാക്കി കളയുകയില്ല. കാരണം വലിയ പ്രതിഫലമാണ് മസ്ജിദിന്റെ നിർമ്മാണത്തിന് മാത്രമല്ല, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, പറഞ്ഞ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ലഭിച്ച വഹയിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശനം നൽകും എന്ന് മാത്രമല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നാണ്. അതാണ് മസ്ജിദ് നിർമ്മാണത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്.
സഹോദരങ്ങളെ, മസ്ജിദുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് കൂടുതൽ സൗകര്യപ്പെടുത്തലും വൃത്തിയാക്കലും വികസിപ്പിക്കലും എല്ലാം അത്യാവശ്യമായ കാര്യങ്ങളാണ്. അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി വഅൻ തുനല്ലഫ വതുതയ്യബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു, സ്വഹാബിമാരെ പറയാം, റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിച്ചു ബിബിനാഇൽ മസാജിദി, മസ്ജിദുകൾ നിർമ്മിക്കാൻ, വഅൻ തുനല്ലഫ വതുതയ്യബ, മസ്ജിദുകൾ വൃത്തിയാക്കാനും മസ്ജിദുകൾ സുഗന്ധം പൂശി നന്നായി പരിപാലിക്കുവാനും റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. മസ്ജിദ് നിർമ്മിക്കാനും മസ്ജിദ് വൃത്തിയാക്കാനും മസ്ജിദ് പരിപാലിക്കാനും റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബിമാര് പറയാം. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറുനാ ബിൽ മസാജിദി അൻ നസ്നഅഹാ ഫീ ദിയാരിനാ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മസ്ജിദുകൾ നിർമ്മിക്കാൻ, ഞങ്ങൾ താമസിക്കുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ മസ്ജിദുകൾ നിർമ്മിക്കാൻ ഞങ്ങളോട് റസൂലുള്ളാഹി കൽപ്പിക്കുമായിരുന്നു. വനുസ്ലിഹ സ്വൻഅതഹാ, അതിന്റെ നിർമ്മാണം നന്നാക്കാനും, വനുത്വഹിറഹാ, അത് ശുദ്ധീകരിക്കാനും, അത് വികസിപ്പിക്കാനും, അത് പരിപാലിക്കാനും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ആജ്ഞാപിച്ചിരുന്നു എന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള നിവേദനങ്ങളിൽ, ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സാധ്യമാവുന്ന ഏറ്റവും വലിയ സംഭാവന നൽകി, നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന ഏറ്റവും വലിയ സംഭാവന നൽകി നമ്മുടെ ഈ വികസന പ്രവർത്തനത്തിൽ എല്ലാ സഹോദരങ്ങളും പങ്കാളികളാവണം. പണം നൽകാനുള്ള ബാർകോഡ് നമ്മുടെ നോട്ടീസ് ബോർഡിലുണ്ട്, ആ വഴിക്ക് പണം നൽകാം. ഇനി പരിപാലന സമിതി ഓഫീസിൽ പണം ഏൽപ്പിച്ചുകൊണ്ട് റെസിപ്റ്റ് കൈപ്പറ്റുകയും ചെയ്യാം. വിശ്വസ്തമായ രീതിയിൽ തന്നെ റെസിപ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള വിശ്വാസ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സംരംഭത്തിൽ, ഈ നമ്മുടെ ഈ മസ്ജിദ് നിർമ്മാണ വികസന പ്രവർത്തനത്തിന്റെ നമ്മുടെ വലിയ ഒരുപാട് കാലമായിട്ടുള്ള നമ്മുടെ ഒരു ചിരകാലാഭിലാഷമാണ്. ആ അഭിലാഷത്തിൽ, ആ സംരംഭത്തിൽ എല്ലാ സഹോദരങ്ങളും സാധ്യമാവുന്ന ഏറ്റവും വലിയ സംഖ്യ നൽകിക്കൊണ്ട് പങ്കാളികളാവണം എന്നാണ് പറയാനുള്ളത്. നമ്മൾ വിവിധങ്ങളായുള്ള നിയ്യത്തുകൾ വെച്ചുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളികളാവുക. നമുക്ക് സ്വാഭാവികമായും അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് ലഭിക്കണം. അതോടൊപ്പം നമ്മുടെ ആളുകളുടെ പ്രയാസങ്ങൾ, ചില ആളുകൾ രോഗികളായി കിടക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കളൊക്കെ ഏറ്റവും അടുത്തവരായ ആളുകൾ, അവരുടെ രോഗം ശിഫയാവാൻ വേണ്ടി ആ രീതിയിലൊക്കെ സംഭാവനകൾ അർപ്പിക്കുന്ന ആളുകളുണ്ട്. അസ്വദഖത്തു റദ്ദുൽ ബലായ, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്ന എല്ലാ പരീക്ഷണങ്ങളെയും തട്ടിമാറ്റുന്നതാണ്. അതാണ് ഈ സംഭാവനകളുടെ മഹത്വം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, രോഗം ശിഫയാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ ബന്ധുക്കളുടെ എല്ലാ അർത്ഥത്തിലുള്ള രോഗവും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ബർസഖി ജീവിതം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മയും അവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും, സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും, റബ്ബ് തആല മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കഞ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭാവനകൾ നൽകുന്ന ആളുകളുണ്ട്. അതുപോലെ ഫിത്ർ സക്കാത്ത്, സക്കാത്ത്, ഫിത്ർ സക്കാത്ത് സംരംഭങ്ങളിൽ പങ്കാളികളാവുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അല്ലാഹുവേ, രോഗികളെ, അല്ലാഹുവേ, വൃദ്ധജനങ്ങളെ, അല്ലാഹുവേ, ഇനിയും ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ.
അല്ലാഹുവേ അവരോട് നീ കരുണ കാണിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഈ കാരുണ്യത്തിന്റെ മാസത്തിൽ പടച്ച തമ്പുരാനെ നിന്റെ കരുണ അവരിൽ നീ വർഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ബൈത്തുൽ മഖ്ദിസിന് നീ സമ്പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. SSLC പരീക്ഷയടക്കമുള്ള വിവിധ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ അവരുടെ പരീക്ഷകളിൽ അവർക്ക് ഉന്നതമായ വിജയവും അതുപോലെ ഉയർന്ന തൊഴിലും അതോടൊപ്പം തന്നെ തഖ്വയും ഈമാനും സ്വബറും ഇസ്തിഖാമത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹ് എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ റബ്ബേ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ റമളാനും നോമ്പും ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യം ഉണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുവേ റമളാനും ഖുർആനും നോമ്പും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ നോമ്പിന്റെയും ഖുർആന്റെയും ശുപാർശ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.